ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഭ്യന്തര ഹർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിന്തനത്തിലേക്ക് സ്വാഗതം. നാം നമ്മുടെ ഈ ആത്മീയ യാത്ര 4-ാം സദനത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 4-ാം സദനം എന്ന് പറയുന്നത് ഒരു പരിവർത്തനത്തിന് സദനമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 3-ാം സദനം വരെ നാം നേടിയിട്ടുള്ള ആത്മീയ പുരോഗതിയാണ്, ആത്മീയമായിട്ടുള്ള ഉയർച്ചയാണ്. ആരും 4-ാം സദനത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നില്ല. ആദ്യത്തെ 3 സദനങ്ങളിലൂടെ നമ്മൾ എങ്ങനെ യാത്ര ചെയ്യുന്നു, അതിൽ നാം എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ, അതായത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, പുണ്യജീവിതം, ഇതിലേക്ക് എത്രമാത്രം നാം പുരോഗമിച്ചിട്ടുണ്ടോ അതനുസരിച്ചാണ് ഈ 4-ാം സദനത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. ഈ 4-ാം സദനം എന്ന് പറയുന്നത്, ഇത് നാം കണ്ടു, ഇവിടുത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രശാന്ത പ്രാർത്ഥനയാണ്. ഈ പ്രശാന്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയുമാണ്, അതുപോലെ തന്നെ ഒരു ദാനം സ്വീകരിക്കുന്ന ഒരു തലം കൂടിയാണ്. നാം കണ്ടു, ഇത് ദാനമാണ്, ദൈവം നൽകുന്ന ദാനമാണ്. അത് സ്വീകരിക്കുവാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം, അതിനുള്ള ഒരു തലമാണ്. അതുപോലെ തന്നെ ഇതൊരു ജീവിത ശൈലി കൂടിയാണ്. സ്നേഹമുള്ളവരെ, ഈ ആത്മീയത എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിത ശൈലിയാണ്. അവിടെ നമ്മുടെ മനോഭാവം മാറണം, നമ്മുടെ വാക്കുകൾ മാറണം, നമ്മുടെ പ്രവൃത്തി മാറണം. അങ്ങനെ എല്ലാം ഒരു ആത്മീയമായിട്ട് ഒരു പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു ജീവിത ശൈലിയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ 4-ാം സദനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത് നമ്മൾ മൗതിക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോഴും തീർച്ചയായിട്ടും ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാത്തിനും ഉപേക്ഷിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അന്തർദേശീയ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ലോകസുഖങ്ങളെ, ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ദൈവം നൽകുന്നതെന്ന്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു. എല്ലാം ദൈവത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ ദൈവമാണ് അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം. മറ്റൊന്നിനും ഒരു അർത്ഥം കൊടുക്കുന്നില്ല. അവരുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് ദൈവമായിട്ട് സംഭവിക്കുക മാത്രമാണ്. ദൈവമാണ് അവരുടെ ജീവിതത്തിൻ്റെ കാരണം. ദൈവമില്ലെങ്കിൽ, ദൈവത്തോട് അല്ലാതെ അവരുടെ ജീവിതത്തിന് കാരണമില്ല. അപ്പോൾ ഈ ദൈവത്തിങ്കിലേക്ക് പരിപൂർണമായിട്ട് ശ്രദ്ധയൂന്നിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അവിടെ സൃഷ്ടവസ്തുക്കൾക്കോ അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അവരതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. അതായത് അവർക്ക് ലോകസുഖങ്ങൾ വേണ്ട, പേരും പ്രശസ്തിയും വേണ്ട, പണം വേണ്ട, മറ്റ് അധികാരം വേണ്ട. അങ്ങനെ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാത്തിനോടും വിട പറയുന്ന ഒരു വ്യക്തിക്ക്, പരിപൂർണമായിട്ടും ദൈവത്തിങ്കിലേക്ക് തൻ്റെ ശ്രദ്ധ ഊന്നുന്ന വ്യക്തിക്ക്, അവർ മാത്രമാണ് ഈ 4-ാം സ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. ഈ 4-ാം സ്ഥാനത്തിൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമാണ് ദൈവം ഇത് നൽകുകയുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ദൈവം അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്, ദൈവം അവരുടെ ജീവിതത്തിൻ്റെ കാരണമാണ്, ദൈവം അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥമാണ്. മറ്റുള്ളതിനൊന്നും അവർ യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അതൊക്കെ നമ്മുടെ ഉപയോഗത്തിനായിട്ട്, അതായത് ഇതൊരു ലക്ഷ്യമല്ല, ഒരു മാർഗമാണ്. നമുക്ക് ലഭിക്കുന്ന സമ്പത്തായിക്കോട്ടെ, അധികാരമായിക്കോട്ടെ, അതെല്ലാം വേണം. അധികാരവും സമ്പത്തും ഒക്കെ വേണം. പക്ഷേ അതൊരു മാർഗമാണ്, അല്ലാതെ ലക്ഷ്യമല്ല. ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിലേക്ക് പരിപൂർണമായിട്ടും ശ്രദ്ധയൂന്നിക്കൊണ്ട്, അവിടെ നമ്മുടെ വ്യക്തിത്വം ദൈവത്തിലാണ്, നമ്മുടെ അനന്യത ദൈവത്തിലാണ്. അങ്ങനെ എല്ലാം ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം. അതായത് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കാമെന്ന്. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ആ എല്ലാ ഊർജവും, അത് ശാരീരികമായ ഊർജമായിക്കോട്ടെ, മാനസികമായ ഊർജമായിക്കോട്ടെ, ആത്മീയമായുള്ള ഊർജമായിക്കോട്ടെ, അതെല്ലാം ദൈവത്തിലേക്ക് മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം. ഇവിടെ മറ്റ് ലോകത്തിൻ്റെതായ യാതൊരു തരത്തിലുള്ള സ്വാധീനമില്ല. അതൊന്നും അവരെ സന്തോഷിപ്പിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, നമുക്ക് ഒരുപക്ഷെ ഇതൊക്കെ നേടുവാനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടെന്ന്
നമുക്കറിയാം. പക്ഷേ നമുക്ക് തീവ്രമായൊരു ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥവും അതിൻ്റെ കാരണവുമെല്ലാം ദൈവമായിരിക്കണമെന്ന തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഈ വിശുദ്ധിയുടെ ഈ ആത്മീയ പാതയിലൂടെ നയിക്കും. അങ്ങനെ നയിക്കപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒത്തിരിയേറെ സമാധാനവും സന്തോഷവും എല്ലാം നൽകപ്പെടുന്നതാണ്. അതിനാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ ആഗ്രഹിക്കാം, തീവ്രമായിട്ട് ആഗ്രഹിക്കാം. ഇങ്ങനെ ഒരു വിശുദ്ധിയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനും ലോകത്തിൻ്റെതായിട്ടുള്ള സൃഷ്ടവസ്തുക്കളുടേതായുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ച് നമ്മുടെ സൃഷ്ടാവായ നമ്മെ സ്നേഹിക്കുന്ന ഓരോ നിമിഷവും നമ്മളെ പരിപാലിക്കുന്ന ആ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ സകല ശ്രദ്ധയൂന്നിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആ വ്യക്തിത്വവും നമ്മുടെ ജീവിതത്തെ അനന്യതയും എല്ലാം അവിടുത്തെ മാത്രം ഉറപ്പിച്ചുകൊണ്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. തമ്പുരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ലഭിച്ചിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.